അപ്പോൾ നമ്മുടെ SSC ഫേസ് 13 നോട്ടിഫിക്കേഷൻ വന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏകദേശം 1 മണിയോടുകൂടി, ഇന്ന് രാവിലെ 1 മണിയോടുകൂടിയാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. സോ അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ SSCൻ്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലെങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എങ്കിലും ലാസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ലോഗിൻ ചെയ്ത് അതിൽ കയറുമ്പോൾ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് എത്തും. ഡാഷ്ബോർഡിൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും എക്സാമിനേഷൻ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ അത് സെലക്ട് ചെയ്തു. നമ്മൾ 2025 സെലക്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ ഏത് എക്സാമിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്, +2 യോഗ്യതയിലുള്ളതാണോ, ഡിഗ്രി യോഗ്യതയുള്ളതാണോ, 10ാം ക്ലാസ് യോഗ്യതയിലാണോ, ഇതിന് മുമ്പ് നിങ്ങൾ എന്തായിരിക്കും ഏതിലാണ് നിങ്ങൾക്ക് ആദ്യം പരീക്ഷ നടക്കുന്നത് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സുഹൃത്തിന് +2 ലെവലുള്ള പരീക്ഷയാണ് ആദ്യം നടക്കുന്നത്. അപ്പോൾ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതിന് മുൻപായിട്ട് ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ജനറൽ നോളജിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ SSC MTSൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ വാട്സപ്പിൻ്റെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ, വാട്സപ്പ് മെസ്സേജറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ഇട്ടാൽ മതി, അവർ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഉദ്യോഗാർത്ഥിൻ്റെ ഡീറ്റെയിൽസ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. അത് ടിക്ക് ചെയ്യുക. ഡൗൺലോഡ്സ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇത് വന്ന ഉടനെ ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ ചെയ്തു, പക്ഷേ നിങ്ങൾ രാവിലെ ആയിരിക്കും കാണുന്നത്. ഇപ്പോൾ ഏകദേശം രാത്രി ഒരു 2 മണി, രാവിലെ 2 മണി ആകാനായിട്ടുണ്ട്. അപ്പോൾ ഇത് വന്ന ഉടനെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. ഇനി ഈ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്ത് കയറേണ്ട വിധവും കൂടി പറഞ്ഞുതരാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ SSCൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ എത്തിച്ചേരും. അവിടെ നിങ്ങൾക്ക് ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ യൂസർ ID എൻ്റർ ചെയ്യുക, യൂസർ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. ഇവിടെ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ഞാൻ കാണിച്ച ആ ഒരു പേജിലേക്ക് എത്തിയിട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മാക്സിമം അത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും, പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാനും നിങ്ങൾ മറക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും, ഉപകാരപ്പെടുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ ഹൈപ്പ് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒപ്പീനിയനാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും കൊടുക്കുക.